പാർട്ടിയാണ് ഈ വിവാഹാലോചന കൊണ്ടുവരുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിരുന്ന് സംസാരിച്ചാലോ എന്ന് കത്തിലെഴുതി ചോദിച്ചപ്പോൾ എനിക്ക് വന്ന മറുപടി, എവിടെ പോയാലും നമ്മൾ പരിചയമുള്ള ആളുകളുണ്ടാവും, അത് ശരിയല്ല, അത് സംഘടനയ്ക്ക് ഗുണകരമല്ല. 12 മണിക്ക് ശേഷം അല്ലാതെ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 6 മണി 7 മണിക്കൊന്നും വീട്ടിൽ വന്ന ഒരു ഓർമ്മയെ എനിക്കില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം പറയുന്നൊരു വാചകമുണ്ട്, സഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാമോ? BS ഉയർത്തിയ രാഷ്ട്രീയത്തിൻ്റെ ആ ഘട്ടത്തിലുള്ള ആളുകൾ ഉയർത്തിയ രാഷ്ട്രീയത്തിനൊപ്പം തന്നെയായിരുന്നു TP ഉണ്ടായിരുന്നത് എന്നതാണ്. ഏകദേശം 90% ആളുകളാണ് TPയുടെ കൂടെ പുറത്തിറങ്ങി വന്നത്. അത്തരത്തിൽ ആ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ, അതിൻ്റെ തലയിറക്കാൻ തീരുമാനിച്ചു. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച കുടുംബമാണ്. ആ കുടുംബത്തിന് നേരെയാണ് ഇങ്ങനെയൊരു ഇത് ചെയ്തത് എന്നുള്ളത് എനിക്ക് താങ്ങാൻ പറ്റും. എപ്പോഴും അത് ആലോചിക്കുകയായിരുന്നു. അപ്പോഴേ തീരുമാനിച്ചിരുന്നു, എന്തായാലും ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണം. ഇടതുപക്ഷം എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല. ഞങ്ങൾ ഇടതുപക്ഷം അല്ലാതായി എന്നും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി എന്നും ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. അദ്ദേഹത്തിൻ്റെ മുഖം പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം വെട്ടി നുറുക്കിയില്ലേ ആ മുഖം. ഒരു സാധാരണ ഒരു ഇതുപോലും ആയിരുന്നില്ല ആ ഒരു ഇൻസിഡൻ്റ് എന്ന് ഞങ്ങൾക്കൊന്നും. SFIയുടെ ഒരു സജീവ പ്രവർത്തകയായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം, അതിനൊക്കെ വീട്ടിൽ ഒരുക്കി തന്നൊരു കിട്ടിയിരുന്നൊരു അന്തരീക്ഷം എങ്ങനെയുണ്ടായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പാർട്ടിയിലേക്ക് വന്നതും ആ ഒരു വീട്ടിൻ്റെ പശ്ചാത്തലം അടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു KK രമയുടെ ഒരു ബാല്യവും ആ വളർച്ചയും SFIയിലേക്കുള്ളൊരു കയറ്റമൊക്കെ? എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടൊന്നും ഞാനങ്ങനെ ഇടപെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം 10ാം ക്ലാസ് വരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതിൻ്റെ ഭാഗമായിട്ടേ ഇരുന്നില്ല. വീട്ടിൽ അച്ഛൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷെ അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ 4 സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. വളരെ പാവപ്പെട്ട സാധാരണ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് വന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് ഒരു ചെറ്റക്കുടലിലാണ് എൻ്റെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എൻ്റെ വീട് പറിച്ച് വീടെടുക്കുന്നൊരു സമയത്ത് ഒരു ഭാഗം മറയ്ക്കാതെയുള്ള വീട്ടിലിരുന്ന് ചിമ്മിണി വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ച ഒരു അനുഭവമാണ്. അത്രയും ആ ഒരു തരത്തിലായിരുന്നു കുടുംബ പശ്ചാത്തലം. നേരത്തെ ഒന്ന് അച്ഛൻ കർഷക കുടുംബത്തിലാണെങ്കിൽ പോലും അച്ഛൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്, കമ്മ്യൂണിസ്റ്റ് തന്നെ. അപ്പം മക്കളെ അങ്ങനെ വളർന്നോളും എന്നുള്ളൊരു ഇതല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ജോലി എടുക്കണം അങ്ങനെയൊരു ഇതൊന്നുമില്ല. കുടുംബത്തിൻ്റെ ഏതെങ്കിലും വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിൽ ആ ഒരു അവസ്ഥയിലാണ് വളർന്നതൊക്കെ. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. അപ്പർ ഡിഗ്രിക്ക് ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അച്ഛൻ്റെ പാതിര ഏതെങ്കിലും സമയത്താണ് കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാർ കൂടെ ഉണ്ടാകും. അവർക്ക് അമ്മ രാത്രി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പിന്നെ വീട്ടിൽ എപ്പോഴും ചർച്ചകളും, എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പാർട്ടി ചർച്ചകൾ തന്നെയാണ് മെയിൻ, അത് തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രധാനത എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം രാഷ്ട്രീയത്തിൽ വിടണം എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ 4 മക്കളാണ്. 4 മക്കളെയും അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചിറക്കി എന്നതാണ്. അച്ഛൻ അതിലായിരുന്നു ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തിയത്. ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ്, നിസ്വാർത്ഥനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എൻ്റെ അച്ഛൻ എന്നുള്ളത് ഞാൻ ഇപ്പോഴും എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്. അറിയാം എല്ലാവർക്കും, KK മാധവനെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. പഴയകാല പാർട്ടിക്കാർക്ക് കെളുവേട്ടനും കുഞ്ഞിരാമൻ, P കുഞ്ഞിരാമൻ, അത്തരം ഒരുപാട് ആളുകളെ കൂടെ പണിയെടുത്ത വർക്ക് ചെയ്ത കുമാരൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അച്ഛൻ്റെ ഒപ്പരം വരികയും പഴയ ആളുകളൊക്കെ വന്ന് ആ ഒരു വീടായിരുന്നു TP രാമകൃഷ്ണൻ. നിങ്ങളെ വീട്ടിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പേരാമ്പ്രയിലുള്ള ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് കുട്ടികളെ എന്ന് പറയുന്നത്, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പോകുന്ന അച്ഛന് വലിയ സന്തോഷമായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ കാണാത്ത എനിക്കറിയില്ല അത്തരം എത്ര കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്നത്. സ്വന്തം മക്കളെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് അവൾക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക, അവരെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറ്റുക എന്നത് ഒന്നും അച്ഛനൊരു സ്വപ്നമേ ആയിരുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ഞങ്ങളൊക്കെ കോളേജ് വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ ഏതെങ്കിലും വിഷയത്തിൽ പാസ്സായിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചൊരു അനുഭവം ഞങ്ങൾക്കില്ല. എപ്പോഴും ചോദിക്കാൻ, നിങ്ങൾ എന്താ സംഘടനാ പ്രവർത്തനം നടത്തിയത്, എവിടെയായിരുന്നു, എന്തൊക്കെ ഇന്നത്തെ പ്രവർത്തന മേഖല എന്താണ് എന്നത് സംബന്ധിച്ചായിരുന്നു അച്ഛൻ
എപ്പോഴും സംസാരമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ ചേച്ചി സജീവ രാഷ്ട്രീയത്തിൽ എന്നെക്കാളും സജീവമായിരുന്നു എൻ്റെ ചേച്ചി പ്രേമ. യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാൻ, ലേഡി വൈസ് ചെയർമാനായിട്ട് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചേച്ചിയാണ്. ചേച്ചി SFIയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്നു. അത്ര സജീവമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സുകന്യ ചേച്ചി, സുമതി, ജെയിംസ് മാത്യു, ശിവൻകുട്ടിയേട്ടനൊക്കെ ഉള്ള സമയത്ത്, ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ ഉള്ള സമയത്താണ് ചേച്ചിയൊക്കെ, അവരുടെയൊക്കെ ജൂനിയറായിട്ട് വിജയരാഘവൻ, ആ ടീമിൻ്റെ പിറകിൽ പ്രവർത്തിച്ചൊരു അനുഭവമാണ്. അപ്പം എന്നെക്കാട്ടും സജീവമായിരുന്നു, ഞാൻ അത്ര സജീവമായിരുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് ഞങ്ങൾക്കുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും സജീവം, എൻ്റെ ബ്രദറും സജീവം, എല്ലാവരും സജീവ രാഷ്ട്രീയത്തിലായിരുന്നു. അപ്പം അങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും പ്രേമയുടെ അനിയത്തി എന്ന നിലയ്ക്ക് തന്നെയാണ് SFIയിലേക്ക് വരുന്നതും. പിന്നീട് അങ്ങോട്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ കമ്മ്യൂണിസം ഉണ്ട്, ഈ രാഷ്ട്രീയമുണ്ട്, എന്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നതിനെ സംബന്ധിച്ചൊരു ഐഡിയ നമുക്കുണ്ട്. ഒരു സാമൂഹ്യ മാറ്റം, ചൂഷണം ഇല്ലാതാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു നാട്, ആ ഒരു വിഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. അത് നമുക്ക് അതെ, അങ്ങനെ ഒരു ഞങ്ങൾ അതാ വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബം തന്നെയായിരുന്നത്. ഈ വേദന, സമൂഹത്തിന് ഈ വേദനകളൊക്കെ അനുഭവിച്ചു എന്നൊരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അസമത്വം എന്ന് പറയുന്നത് അതാണ് മാർക്സിസത്തിൻ്റെ ഒരു അടിസ്ഥാനം. അതാണത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയും ചൂഷണവിമുക്തമായ ഒരു നാടിന് വേണ്ടിയാണ് പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല. അനുഭവമുണ്ട്, ഞങ്ങൾ പഠിച്ചതങ്ങ്, ഞങ്ങൾ വളർന്ന പശ്ചാത്തലം, ഇത് വായിച്ച് മനസ്സിലാക്കി, എല്ലാം കൊണ്ടും ആ തരത്തിൽ രാഷ്ട്രീയത്തിൽ ഉള്ള ആളായിരുന്നു എന്നതാണ്. അങ്ങനെയാണ് പിന്നീട് സജീവമായിട്ട് സംഘടനയിൽ വരികയും പിന്നെ സമരങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങ് എടുത്തു ചാടപ്പെടുകയാണ്. ആ കാലഘട്ടത്തിൽ നടന്ന എല്ലാ സമരങ്ങളുടെയും മുൻപന്തിയിലുണ്ടാകും. കോളേജുകളിൽ, സ്കൂളിൽ പോയി SFI പ്രവർത്തനം സംഘടിപ്പിക്കാൻ, അവിടെ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബ്രാഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് പിന്നീട് ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടനാ പ്രവർത്തനം മാറുകയാണ്. എനിക്കൊന്ന് പഠിത്തത്തിനേക്കാൾ ഉപരി മനസ്സിൽ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം, സംഘടനയുണ്ടാക്കുക, വളർത്തുക, അതായിരുന്നു ഒരു വലിയ ലക്ഷ്യമായിട്ട് മുന്നോട്ട് നീങ്ങിയതും പ്രവർത്തിച്ചതും. പഠിത്തം ഒരു സൈഡായിരുന്നു. സത്യത്തിൽ പഠിത്തം ഞങ്ങൾക്കൊരു സൈഡായിട്ട് അങ്ങനെ പോവുമായിരുന്നു. പരീക്ഷ വരുമ്പോൾ പോയി എഴുതും, ഭാഗ്യത്തിന് പാസ്സായി വരും, ക്ലാസ്സിൽ കയറുന്നത് വളരെ ചുരുക്കമായിരിക്കും. ആ സമയത്തൊക്കെ ഫുൾ ടൈം പ്രവർത്തനമായിരിക്കും. SFI കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊന്നും മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. നമ്മുടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ, നമ്മളെ ഒരു എല്ലാ അർത്ഥത്തിലും നമ്മളെ ഒരു ശക്തരാക്കുന്നതിൽ ഒക്കെ ആ കാലഘട്ടം വലിയ പങ്കുണ്ട്. അത് എത്ര നമ്മളിപ്പം അതിനകത്ത് ഇല്ലെങ്കിൽ പോലും ആ കാലഘട്ടത്തെ നമ്മളെയൊക്കെ സ്ഫുടം ചെയ്തെടുത്ത ആ ഒരു കാലഘട്ടത്തെ മറന്നു പോകാൻ സാധിക്കില്ല. ആ ഒരു കുടുംബാന്തരീക്ഷവും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു സമ്പ്രദായം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതില്ല എന്നേ പറയാൻ സാധിക്കുള്ളൂ. അപ്പം വ്യത്യസ്തമായൊരു മേഖലയായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്തുള്ള SFI സംഘടനാ പ്രവർത്തനവും വിദ്യാഭ്യാസവും ഒക്കെ. നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. TP ആയിട്ടുള്ള ഒരു പരിചയപ്പെടലും ഒക്കെ അത് എപ്പോഴായിരുന്നു? അല്ല, ആ സമയത്തൊന്നും ഞാനും ചന്ദ്രശേഖരനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എൻ്റെ ഒരുപാട് സീനിയറാണ് ചന്ദ്രശേഖരൻ. ചേച്ചിയുടെ ഒപ്പമായിരുന്നു ചന്ദ്രശേഖരൻ SFIയിലുണ്ടായിരുന്നത്. അപ്പം SFI കാലഘട്ടത്തിലും ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ SFI വിട്ടതിന് ശേഷം DYFIയുടെ പ്രവർത്തനം തുടങ്ങിയ സമയത്താണ് TPയുമായിട്ടുള്ള ഒന്നിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം വരുന്നത്. അപ്പോഴും എൻ്റെ സീനിയറായൊരു നേതാവ് എന്ന നിലയ്ക്ക് SFIയിലൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് സംഘടനാ ക്ലാസ് എടുക്കാനൊക്കെ വന്ന ഒരു നേതാവ്, പിന്നെ ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാൾ, വീട്ടിൽ വന്നയാൾ. അപ്പം ആ ഒരു തരത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ അഭിപ്രായവും ഒരു ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരു സാഹചര്യം ആ സമയങ്ങളിലൊക്കെ ആക്റ്റീവായിരുന്നു. ഇഷ്ടമായിരുന്നു നേരത്തെ ആ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക്. കാരണം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, കണിശതയുള്ള രാഷ്ട്രീയക്കാരൻ, അങ്ങനെ അഴകുഴമ്പനായി പോകുന്ന ഒരാളല്ല. അപ്പം ആ ഒരു വ്യക്തിത്വം നമുക്ക് മനസ്സിലെപ്പോഴും പതിഞ്ഞിരുന്നു. ഈ ആരാധന ആർക്കാണ്, എപ്പോഴാണ്? അല്ല, അതൊരു പ്രണയത്തിലേക്കൊന്നും നീങ്ങിയിരുന്നില്ല. അങ്ങനെ ഒരു പ്രണയത്തിലേക്കൊന്നും ഞങ്ങളായിട്ടില്ല. പാർട്ടിയാണ് വിവാഹാലോചന കൊണ്ടുവരുന്നത്. അതും ഒഞ്ചിയത്തെ പാർട്ടി സഖാക്കൾ അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ അച്ഛനാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ മുന്നേ ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന പാർട്ടിയിലെ SFIയിലുള്ള ആളുകൾ, ചന്ദ്രശേഖരനുമായിട്ട് ഏറ്റവും അടുത്ത് അവരൊപ്പം നിൽക്കുന്ന
എൻ്റെയൊക്കെ ഏട്ടൻ ഇതിലേക്കുന്നൊരു ചന്ദ്രേട്ടനൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് എന്നോട് ഈ പ്രപ്പോസൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് നോക്കിയാലോ എന്നുള്ള അത് പറയുന്നത്. അതിനുശേഷമാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ സംസാരിച്ചു. പിന്നീട് മുന്നോട്ട് പോകാം, ഒന്നിച്ച് ജീവിക്കാം എന്ന ധാരണയിലായി പിന്നെ പോകുന്നതാണ്. അന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ഉള്ളൊരു വ്യത്യാസം എന്താ അറിയോ, അത് പ്രത്യേകം ഒരു പക്ഷേ ഉള്ളിനുള്ളിൽ ചന്ദ്രശേഖരനൊക്കെ ഉള്ളിനുള്ളിൽ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ആ ഒരു വ്യത്യാസം പുറത്ത് പറയാൻ അങ്ങനെ അത് പാർട്ടിക്ക് ദോഷമാവും, പാർട്ടിക്ക് ദോഷമാവുമെന്ന് ഒന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തങ്ങനെ ഒരു പ്രണയിച്ച് നടക്കുകയോ അങ്ങനെ ഇഷ്ടമാണെന്നറിയോ എവിടെയെങ്കിലും പോയി സംസാരിക്കുകയോ ഇന്നത്തെ പോലത്തെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു. പാർട്ടി വഴിയാണ് വന്നത്, പാർട്ടി ത്രൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ സംസാരിച്ചത് അതിന് ശേഷം കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അന്ന് കത്താണല്ലോ, കത്തെഴുതുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിരുന്ന് സംസാരിച്ചാലോ എന്ന് കത്തിലെഴുതി ചോദിച്ചപ്പോൾ എനിക്ക് വന്ന മറുപടി ഞാൻ ആ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും നമ്മൾ പരിചയമുള്ള ആളുകളുണ്ടാവും, അത് ശരിയല്ല, അത് സംഘടനയ്ക്ക് ഗുണകരമല്ല എന്ന മറുപടി എനിക്ക് തന്നത്. അപ്പോൾ അത്തരം രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഉള്ളിൽ ഉള്ളത് പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ ഇഷ്ടങ്ങളെയും മാറ്റിവെക്കുന്ന അത്രയും ആദർശനവാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരുന്നു ചന്ദ്രശേഖരൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം പാർട്ടിയെ സ്നേഹിക്കുകയും ഒരു പോറൽ പോലും എൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് ഉണ്ടാവരുത് എന്ന് നിശ്ചയിക്കുകയും അതിൽ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പ്രണയങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. കല്യാണം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പം പോലും ഒന്നിച്ചു പോകുമ്പോഴും അമിതമായ ഒരു ഇത് കാണിക്കുമ്പോൾ ഒന്നും പുറമെ പ്രകടിപ്പിക്കാറേ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അതൊക്കെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആ ഡിസിപ്ലിൻ വേണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ചന്ദ്രശേഖരൻ. കല്യാണത്തിന് ശേഷം പാർട്ടി പ്രവർത്തനം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ എന്താ വെച്ചാൽ അവിടെ ഞാൻ കാണുന്നൊരു വ്യത്യാസം, KK മാധവൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ അവിടെയും വ്യത്യസ്തനായി കാണുന്നൊരു കാര്യം, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാതൃകയാക്കേണ്ട ഒരു കാര്യം. സ്വന്തം മകൾക്കൊരു കല്യാണാലോചന വന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ വേണമെന്ന് അച്ഛൻ ശാഠ്യം പിടിച്ചിട്ടില്ല. ഒരു ജോലിയുള്ള ആൾ വേണം എന്നുള്ളത് അച്ഛൻ നോക്കിയില്ല. അച്ഛൻ നോക്കിയത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ പാർട്ടി പ്രവർത്തകനാണോ എന്നുള്ളത് മാത്രമല്ല. ഒരു ജോലിയും ഇല്ലാതെ ഒരു വരുമാനവും ഇല്ലാത്ത ഒരാൾക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ധൈര്യം കാണിച്ച, ധീരത കാണിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായിരുന്നു KK മാധവൻ. നിങ്ങളെ കല്യാണം കഴിയുന്ന സമയത്ത് ചന്ദ്രശേഖരന് ജോലിയില്ല, ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ന് ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റുമോ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു വരുമാനം ഇല്ലാത്ത ഒരാൾക്ക്, ഒരു ഫുൾ ടൈം പ്രവർത്തകർക്ക് കഴിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത്? അപ്പം അതായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കമ്മ്യൂണിസം എന്ന് പറയുന്നതും പാർട്ടിക്കാരെന്ന് പറയുന്നതും അതായിരുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയെ ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി പാർട്ടി പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയോ ചെയ്യുന്നവരായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ടു മനസ്സിലാക്കേണ്ട, കേട്ടു മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചോദിച്ചെന്നുള്ള ഈ കല്യാണത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാനൊരു കുടുംബിനിയായിട്ടിരുന്നാൽ മതി അങ്ങനെ ചിന്തിച്ചോ? രാഷ്ട്രീയ പ്രവർത്തനം, SFIയുടെ സജീവ പ്രവർത്തനം പിന്നെ കുറച്ചങ്ങ് ഒതുക്കി വെച്ചു? ഞാൻ കല്യാണത്തിന് ശേഷമല്ല, സത്യത്തിൽ ഞാൻ SFI വിട്ട 92-ലാണ് ഞാൻ SFI വിടുന്നത്. അതിനുശേഷം ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ജോലി വേണം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട്. പെൺകുട്ടികൾക്ക് ജോലി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് സാധിക്കണം, അതിനെനിക്കൊരു ജോലി അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ജോലി തേടി പോവുകയാണ് ആദ്യം ഞാൻ ചെയ്തത്. അപ്പം മത്തായി ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ നിർബന്ധിച്ചിരുന്നു സജീവമായി DYFIയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്, നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടി. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെയൊരു നേതൃസ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അന്നൊരു പ്രൈവറ്റ് കമ്പനിയിൽ പോയി. അപ്പോൾ ജോലിയുള്ള സമയത്താണ് പിന്നീട് കല്യാണം കഴിയുന്നതും. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, സജീവ രാഷ്ട്രീയം നേതൃത്വത്തിലേക്കില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചിരുന്നില്ല. നാട്ടിൻപുറങ്ങളിൽ അവിടുത്തെ സ്ത്രീകളെ സംഘടിപ്പിച്ചും അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായി ആ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയത്തിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ചന്ദ്രശേഖരൻ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനും ആയിരുന്നു.
അപ്പം ഞങ്ങൾ മകനൊക്കെ ഉണ്ടായതിന് ശേഷമാണ് എനിക്ക് ഒരു ജോലി കിട്ടുന്നത്. പിന്നീടാണ് ഞങ്ങൾക്ക് വരുമാനം വരുന്നതും പിന്നീടാണ് ഞങ്ങൾ കുറച്ചുകൂടി സ്വസ്ഥമായൊരു ലൈഫിലേക്ക് സാമ്പത്തികമായി ഒരു സ്വസ്ഥത ലഭ്യമാകുന്നതുമൊക്കെ അതുവരെയൊക്കെ ഒരു വലിയ പ്രയാസത്തിൽ വലിയ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോയ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴാണ് ഈ പാർട്ടിയുടെ അന്ന് ഒരു ഇത്രയും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് അദ്ദേഹം എത്രത്തോളം ഒരു പാർട്ടിയോ തീവ്രമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. ആ പാർട്ടിക്ക് ഒരു ഗ്യാപ്പ് വരുന്ന തുടക്കം എന്തിനുണ്ടാവും? അത് എപ്പോഴായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമ്മളോട് പറയുമല്ലോ ഇപ്പൊ ഇത്രയും നിങ്ങൾ തമ്മിൽ അടുപ്പുള്ളപ്പോ എന്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഗ്യാപ്പ് പാർട്ടി ആയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിട്ടൊരു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊരു ഇൻസിഡന്റിൽ തുടങ്ങുന്നതൊന്നുമല്ല. അത് നയപരമായ പ്രശ്നങ്ങളാണ്. അത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഉൾപാർട്ടി സമരങ്ങൾ, വളരെ ശക്തമായ ഉൾപാർട്ടി പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നവും ആ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും, സോൾവ് ചെയ്യും എന്നതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം ഈ പാർട്ടിയുടെ ഏകദേശം എനിക്ക് 90-കൾക്ക് ശേഷമാണ് പാർട്ടിയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഗ്രൂപ്പുകൾ പ്രതിഷ്ഠപ്പെട്ട് തുടങ്ങുന്നത്. അത് 2000-ഓടു കൂടി ശക്തമാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ രണ്ട് ചേരിയിലേക്ക് ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരം വ്യത്യസ്തമായ ആളുകൾ, അഭിപ്രായമുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. 64-ലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായ സമയത്ത് ഇറങ്ങി വന്ന ആളുകൾ ഒന്ന് CPI-ഉം പിന്നീട് ആ CPM-ൽ തന്നെ ഇറങ്ങി ഒരുപാട് ആളുകൾ പുറത്തുപോയി പല പാർട്ടി ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊക്കെ നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കുള്ള പ്രശ്നങ്ങളല്ല, പക്ഷേ അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർക്ക് വരുന്ന പ്രശ്നങ്ങളും അവരിൽ വരുന്ന വൈരുദ്ധ്യങ്ങളുമാണ് പല തട്ടുകളിലേക്ക് മാറുന്നത്. അപ്പം ആ ഒരു വൈരുദ്ധ്യങ്ങൾ പല ഘട്ടങ്ങളിലുണ്ടായിരുന്നു. അപ്പം വൈരുദ്ധ്യങ്ങൾ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മെല്ലെ പാർട്ടിയും അകന്നു പോകുന്ന ഒരു സാഹചര്യം TPക്ക് ഉണ്ടായത്. പക്ഷെ എന്നിട്ടും എന്നോടൊന്നും അത്തരം വിഷയങ്ങളൊന്നും പാർട്ടിക്കകത്ത് നടത്തുന്ന ചർച്ചകളൊക്കെ പാർട്ടിക്കകത്ത് തന്നെ നമുക്ക് ചില സൂചനകൾ പക്ഷെ അറിയാം, പക്ഷെ അതങ്ങനെ വ്യക്തമായി പറയുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. പിന്നീട് അത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് വലിയ തോതിൽ ഗ്രൂപ്പിസത്തിലേക്ക് അത് മാറി. ടാർഗറ്റ് ചെയ്ത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാൻ, അത്തരം വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് അതിൽ VS-ന്റെ ഒരു രാഷ്ട്രീയം അതിനകത്ത് വലിയ VS അവിടെ മുതൽക്കാണ് കൂടുതലായിട്ട് ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം എംദാസ് ചേട്ടനൊക്കെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് ആയിരുന്ന സമയത്തൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ ഇത് ഒന്നുകൂടി മൂർധന്യത്തിലേക്ക് വന്നത് എന്നതാണ്. ആ സമയത്ത് ചന്ദ്രശേഖരൻ DYFIയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന സമയത്താണ്. പൊതുവെ പാർട്ടിയിൽ DYFI വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ നയിക്കുന്ന സെക്രട്ടറി പ്രസിഡൻ്റ് ആളുകൾക്ക് തീർച്ചയായിട്ടും പാർട്ടിയിലൊരു സ്ഥാനമുണ്ടാകും. അപ്പോൾ പൊതുവെ DYFIയിലൊക്കെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ സമ്മേളന കാലയളവൊക്കെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും പാർട്ടിയുടെ DC-യിലുണ്ടാകും, ജില്ലാ കമ്മിറ്റിയിലുണ്ടാകും. അത് സംഘടനയുടെ ഒരു രീതിയാണത്. പക്ഷേ അവിടെ കോഴിക്കോട് ജില്ലയിൽ DYFIയുടെ ജില്ലാ സെക്രട്ടറി TP ചന്ദ്രശേഖരൻ ആയിരുന്ന സമയത്താണ് അവിടെ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏരിയ കമ്മിറ്റി ആയ ആൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരേണ്ടതാണ്. പക്ഷേ മനഃപൂർവ്വമായിട്ട് ഒരു ആരോപണം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെയാണ് ഒരുപക്ഷെ ചന്ദ്രശേഖരൻ ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കിയത്. അദ്ദേഹത്തിന് വല്ലാതെ തളർത്തിയൊരു സംഭവം അതായിരുന്നു. എവിടെയും തളരാത്ത, ഒരുപക്ഷെ എന്തിനും നേർക്കുനേർ നിന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അനാവശ്യമായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു നീക്കം ഈ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി വന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിന് കാരണം ഇതാണ്, ജില്ലാ കമ്മിറ്റിയിലേക്ക് വരരുത്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ നേതാക്കന്മാർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ആ ഗ്രൂപ്പ് പോര് അതിശക്തമായിട്ടുണ്ടാവുകയും അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമുണ്ടാക്കുകയും ചെയ്തു. അതാണ് ഈ പാർട്ടിയിലെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ വിഷമം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും ആ വിഷമം അതൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില ദിവസങ്ങളാണ് അതൊക്കെ. തളർന്നിരുന്ന TPയെ ഞാൻ കണ്ടത് അന്നാണ്. എന്ത് പ്രശ്നമുണ്ടായും കുലുങ്ങാത്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം തളർന്നു പോയൊരു സംഭവം അതാണ്. അത് പാർട്ടി കൊടുത്തതാണ്.
ഒരു കാര്യവുമില്ലാതെ അത് ഈ കമ്മിറ്റിയിൽ വരരുത്, മുന്നോട്ട് വരരുത്, എന്താ പറഞ്ഞത് അവസാനിപ്പിക്കണം എന്ന് അതൊരു ബാങ്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? അല്ല പറയൂല, അങ്ങനെ പറയുന്ന സ്വഭാവക്കാരനൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ സംഘർഷങ്ങൾ. പാർട്ടി ഓഫീസിൽ പോയി ഒരു ബെഞ്ചിൽ തളർന്നു കിടന്നു എന്ന് സഖാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലായിരുന്നില്ല, പക്ഷെ അത് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചൊരു ഇതായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ പിന്നീട് അത് മറികടന്നുകൊണ്ട് പാർട്ടി ഉൾക്കൊള്ളുകയും പക്ഷേ സജീവമായി പിന്നീടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന് പല ഇതിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് മീൻസ് പാർട്ടി അകത്തുള്ളതാണ്. ഏരിയ കമ്മിറ്റി സമ്മേളനമൊക്കെ നടക്കുമ്പോൾ വോട്ടെടുപ്പിലൂടെയൊക്കെ പരാജയപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷവും പിന്നെ ആ സമ്മേളനത്തിൽ തന്നെ അത് നിയന്ത്രിക്കാൻ പൊതുസമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് ഓടി നടന്ന് ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടേ ഇല്ലാതെ പോയ ചന്ദ്രശേഖരനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊന്നും അദ്ദേഹത്തിന് തളർച്ചയാണ്. ഞാൻ പറയുന്നത് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ ഇങ്ങനെ മാറി 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 അങ്ങനെ പല ഘട്ടങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട പ്രശ്നങ്ങൾ ആ പാർട്ടിക്കകത്ത് ഉണ്ടാവുകയാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇത്തരം ഓരോരോ സംഭവത്തിൻ്റെ തുടർച്ചയാണ്. അപ്പം അതൊരൊറ്റ സംഭവമല്ല, അത് അതിനകത്തുള്ള ആശയ പ്രശ്നമാണ്. രണ്ടാശയങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവരുടെ ആശയങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഒരു നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിഷയം. അത് ഒരു പാർട്ടി വഴിവിട്ടു പോകുന്നു. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, മൂലധന ശക്തികൾക്ക് മുന്നിൽ ആ പാർട്ടിയെ പണയം വെക്കുന്നു. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് മൂലധന ശക്തികളുടെ നിയന്ത്രണത്തിന് വിധേയമായി പാർട്ടി മാറുന്നു എന്നത് തന്നെയാണ്. അത് VS ഉയർത്തിയ ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ VS ഉയർത്തിയ ആ രാഷ്ട്രീയത്തിൻ്റെ ആ ഘട്ടത്തിലുള്ള ആളുകൾ ഉയർത്തിയ രാഷ്ട്രീയത്തിനൊപ്പം തന്നെയായിരുന്നു TPയും ഉണ്ടായിരുന്നത് എന്നതാണ്. അപ്പം അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് പിന്നീട് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തുന്നത്. പിന്നെ VS പാർട്ടിക്കകത്ത് തന്നെ നിന്നു. പക്ഷേ നമ്മൾ പുറത്തിറങ്ങി വന്ന് അത്തരം രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ്. ആ സന്ദർഭത്തിലൊക്കെ ഒരു മനുഷ്യരാണ് നിങ്ങൾ രണ്ടുപേരും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പാർട്ടി പ്രവർത്തനം ഇനി വേണ്ട, പ്രവർത്തിക്കണ്ട, അങ്ങനെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹം പറയുകയോ അങ്ങോട്ട് പറയുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ സത്യത്തിൽ ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ ഇനി പാർട്ടി പ്രവർത്തനം, കാരണം വെച്ചാൽ ഓരോ കമ്മിറ്റികൾ കഴിഞ്ഞ് വരുമ്പോൾ ടെൻഷനാണ്, പ്രശ്നങ്ങളാണ്. എന്തിനാണ് നമുക്ക് ജീവിതം മുഴുവൻ അങ്ങനെ ഒരു സംഘർഷത്തിൽ പോവുക? നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല ജീവിതത്തിന്. അപ്പം വെറുതെ എന്തിനാണ് ഒരു കമ്മിറ്റികളൊക്കെ പോയി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് ഇതാക്കി ജീവിതം കളയുന്നത് എന്ന തോന്നൽ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഞാൻ അപ്പോൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അപ്പം ചന്ദ്രശേഖരൻ പറയുന്നു ഇത് മതി, ഇനി ഞങ്ങളിനി ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനൊന്നും പൊതുപ്രവർത്തനം നിർത്തി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അപ്പം ഏതെങ്കിലും സാംസ്കാരിക സംഘടന ഉണ്ടാക്കി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സന്തോഷിച്ച ഒരാളാണ്, അതിന് പൂർണ്ണ സപ്പോർട്ടും കൊടുത്ത ആളാണ്. പക്ഷേ ഒഞ്ചിയത്തുണ്ടായിരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഒഞ്ചിയത്തെ പാർട്ടിയിലെ ഏകദേശം 90% ആളുകളാണ് TPയുടെ കൂടെ പുറത്തിറങ്ങി വന്നത്. അവരുടെയൊക്കെ ഏകകണ്ഠമായ ഒരു അഭിപ്രായം, ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും വെച്ചാൽ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെന്നാണ് അവിടുത്തെ സഹാക്കൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് പുതിയൊരു പാർട്ടി ഉണ്ടാകുന്നത്. ചന്ദ്രശേഖരൻ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം മാത്രമല്ല, അവിടുത്തെ ആളുകളുടെ, അവിടുത്തെ സഖാക്കളുടെ വികാരം കൂടി കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് പുതിയ പാർട്ടിക്ക് ചന്ദ്രശേഖരൻ രൂപം കൊടുത്തത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. അതിന് പറഞ്ഞ കാരണമുണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരുപക്ഷെ ഇത് പുറത്തു വിട്ടുക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ അവരൊക്കെ ചെന്നെത്ത് ചിലപ്പോൾ BJPയിലായിരിക്കും, വർഗീയ ശക്തികളിലേക്കായിരിക്കും. അതൊരിക്കലും നല്ലതല്ല എന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാം എന്ന നിലയ്ക്കാണ് ഈ ഒരു ഇത്രയും ആളുകളെ വന്ന് ഒരു പാർട്ടി രൂപീകരിച്ചുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പാർട്ടിക്ക് CPM എന്ന പാർട്ടിക്ക് വലിയ ഭീഷണിയാണ്. അതാണ് അവർ തലവേദന ഉണ്ടാക്കിയത്. കാരണം ഒരു പ്രദേശം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുകയാണ്. അവിടെ മാത്രമല്ല, ഇതിൻ്റെ അലയൊലികൾ മറ്റു പല ഭാഗങ്ങളിലേക്ക് ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ VSന്റെ ആശയത്തോടൊപ്പം ചേർന്നുന്ന ഒരുപാട് ആളുകളെ പാർട്ടിയിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ ചരിത്രം എടുത്തു, എത്ര ആളുകൾ നിശബ്ദരായി നിൽക്കുന്നുണ്ട്. നേതാക്കന്മാർ തന്നെ ഒരുപാട് ആളുകൾ നിശബ്ദരായി നിന്നുപോയിട്ടുണ്ട്. പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പലരും പാർട്ടിയിൽ പ്രവർത്തിക്കാതെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പലയിടത്തും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇതിൻ്റെ കൂടെ ചേരും എന്നുള്ളൊരു ഭീഷണിയും അവർക്കുണ്ടാവും.
കാരണം അത്ര ശക്തമായി ഇവിടെ ഒഞ്ചിയത്ത് പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗം മറ്റ് സ്ഥലത്തും വിമത ശബ്ദങ്ങൾ ഉണ്ടാവുകയും ഇതൊക്കെ ഒന്നിച്ചു ചേർന്ന് ഒരു ശക്തിയായി മാറിയാൽ ഭീഷണിയാവും എന്ന് തീർച്ചയായിട്ടും പാർട്ടി കരുതിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ ആണ് അത്തരം ശബ്ദങ്ങൾ ഇനി ഉണ്ടാവരുത്. ഇവിടെ പറയുന്ന ഒരു CPM എന്ന ഒരു പാർട്ടി തീരുമാനിക്കുന്ന അത് ആരായാലും അനുസരിച്ചോളണം എന്ന തീരുമാനത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് അത്തരത്തിൽ ആ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ, അതിന്റെ തലയിറക്കാൻ തീരുമാനിച്ചത്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നോ എന്നെ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ദേഷ്യം ഉണ്ടെന്ന്, പക്ഷെ എൻ്റെ ജീവനൊരു ഭീഷണി അവർ ഉയർത്തുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു? അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് എനിക്കൊന്ന് ആദ്യഘട്ടങ്ങളിൽ, കാരണം അദ്ദേഹം ആ പാർട്ടിയിലുള്ള ആൾ എന്ന നിലയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി വെച്ചിട്ട് നമുക്കൊക്കെ ഭയമുണ്ട്. കാരണം വെല്ലുവിളിച്ച് പുറത്തു വരുന്ന ഒരു പാർട്ടിയെ ആളുകൾ എങ്ങനെ കൈകാര്യം, നമുക്ക് MVRനോടൊക്കെ കൈകാര്യം ചെയ്ത സമീപനങ്ങൾ, നമ്മൾ പല പ്രാവശ്യം MVRനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ പാർട്ടിക്കെതിരെ നടത്തിയ ശ്രമങ്ങൾ, ഗൗരിയമ്മയുടെ നേരെ ഒക്കെ നടത്തിയ, അതൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. അപ്പം അതിലും കുറച്ചും കൂടി ശക്തമാണ് ഇവിടെ ഒഞ്ചിയത്തെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിത്തറ, ഒരു പ്രദേശത്തെ ഒരു മുഴുവൻ ആളുകളും ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം വരുമ്പോൾ അത് വലിയ ഭീഷണിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഭയം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യഘട്ടങ്ങളിൽ ഞാൻ നല്ലോണം പേടിച്ചിരുന്നു. ഞാനതുകൊണ്ട് എതിർത്തിരുന്നു. ഞാൻ 1% പോലും പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനോട് യോജിച്ച് നിന്ന ആളല്ല. ഞാൻ അദ്ദേഹം സാംസ്കാരിക സംഘടന ഉണ്ടാക്കി ഒന്ന് പോകുന്ന പറയുമ്പോൾ വളരെ സന്തോഷിക്കുകയും അത് ചെയ്യണമെന്ന് പറയുകയും ചെയ്ത ആൾ. പക്ഷേ പിന്നീട് ഒരു പാർട്ടിയായിട്ട് മാറുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സഖാക്കളെയൊക്കെ പറ്റില്ല, നിങ്ങൾ ചെയ്യരുത്, കാരണം ഇത് ആപത്താണ് എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യഘട്ടങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ടേ ഇല്ല. അവർ വന്ന് എല്ലാവർക്കും വിമർശനമായിരുന്നു, ചന്ദ്രശേഖരൻ്റെ ഭാര്യ വരുന്നില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു ഉള്ളിൽ, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. എപ്പോഴും ഒരിക്കലും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മുല്ലപ്പള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ, അദ്ദേഹമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് രാത്രി അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, എൻ്റെ പിന്നിലെ ആളുണ്ട്, ആരൊക്കെയോ എന്നെ ഫോക്കസ് ചെയ്യണുണ്ട് എന്ന്. ഈ അടുത്ത കാലത്ത് കണ്ടൊരു ഇന്റർവ്യൂവിൽ മുല്ലപ്പള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഫോക്കസ് ചെയ്യണുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മുല്ലപ്പള്ളി നോക്കുമ്പോൾ അതൊരു ശബ്ദം കേട്ടിട്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഗേറ്റിന്റെ പുറത്ത് ആള് നിൽക്കണുണ്ടായിരുന്നു, ആരോ നിഴല് പോലെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് സ്കൂട്ടർ എടുത്ത് പോയി. അന്നേ ഒരു ഭയത്തോടു കൂടി പോവേണ്ട ഒരു അവസ്ഥ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിൻ്റെ മുന്നേ 1-2 ഇൻസിഡൻസുകൾ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ മുല്ലപ്പള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ പുറത്ത് ഗേറ്റിൽ ആൾ വന്നു നിന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തെ പുറത്ത് വിടാതിരുന്ന ഒരു സന്ദർഭമുണ്ട്. പോലീസിൽ നിന്ന് വിവരം വന്നിട്ട് ഒരു കാരണവശാലും ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം വിളമ്പുന്ന സമയത്ത്, ചന്ദ്രശേഖരൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്, ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അവിടേക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, ഒരു കാരണവശാലും ചന്ദ്രശേഖരനെ പുറത്തേക്ക് വിടരുതെന്ന് പോലീസ് വന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് പുറത്തിറങ്ങിയതിന് ശേഷം വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴിയിലേക്ക് ബൈക്ക് കൊണ്ടുവരുമ്പം നീളത്തിലൊരു കമ്പി കെട്ടിയിട്ട് അതിന് തട്ടിപ്പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടോ കണ്ടപ്പം അത് കുനിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നിരവധി ഇൻസിഡൻറ്റുകൾ അതിന് മുന്നേ ഒരു ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതറിയാം. അതാ തുടങ്ങി 2-3 വർഷമായിരുന്നു. 2008 ആരംഭിച്ചത്. 2009 ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന സമയത്ത് തലശ്ശേരിയിലേക്ക് പ്രചരണ ജാഥ പോകുന്ന സമയത്ത് അവിടെ പകുതി വെച്ചിട്ട് ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരിയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ 9, 10, 11 കഴിഞ്ഞപ്പോൾ, ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞപ്പം സ്വാഭാവികം ഓട്ടോമാറ്റിക് ഞാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞു, ഇനി വലിയ ഭീഷണിയൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ പോവുകയാണല്ലോ എല്ലാ വർഷവും. ഈ ഭീഷണി തുടക്കത്തിലുണ്ടാകുന്ന ഭീഷണി, ഏതൊരു സംഭവത്തിനും തുടക്കത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതെ അതെ. അപ്പം അതുകൊണ്ട് ഞാനൊക്കെ പിന്നീട് അത് മനസ്സിൽ നിന്ന് വിട്ടു. ഇനി എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുവെച്ചാൽ അവിടെ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആദ്യം ജയരാജനെയാണ് വെട്ടിക്കൊല്ലാൻ, അവർ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് പകൽ സമയത്ത് വന്ന് വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്. ജയരാജൻ്റെ കൈക്ക് ഇപ്പോഴും ഒരു കൈക്ക് സ്വാധീനം കുറവാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് അവൻ രക്ഷപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം KK ജയൻ എന്ന് പറയുന്ന ഒരാളെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഒരുപാട് കൊലപാതകങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകളെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, പല തരത്തിൽ അക്രമങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ.
അതൊക്കെ ഒരു ഘട്ടമായിരുന്നു, തുടക്കമായിരുന്നു. പിന്നീട് അതൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊരു 2011-12 ആയപ്പോഴും ഇനിയൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയും ഒരു ധൈര്യം, കാരണം വെച്ചാൽ ശക്തമായി പിന്നീട് ഞാൻ വന്നു കേട്ടോ, സജീവമായിട്ട് ഞാനും വന്നു. തുടക്കത്തിൽ കാരണം വെച്ചാൽ ഇനി ചന്ദ്രശേഖരനെ പിടിച്ചാൽ കിട്ടില്ല, ജനങ്ങളും എല്ലാവരും സപ്പോർട്ടാണ്. അപ്പം എന്നെ അദ്ദേഹം ഉയർത്തിയ നിലപാട് ഏറ്റവും ശരിയായ നിലപാടാണ് എന്ന ബോധ്യവും ഉണ്ടാവുകയും ചെയ്തതനുസരിച്ച് ഞാനും പിന്നീട് സജീവമായിട്ട് വരികയുണ്ടായിരുന്നു, എല്ലാ പ്രവർത്തനത്തിനും ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 2012 അപ്രതീക്ഷിതമായിട്ടാണ് പിന്നീട് അത് സംഭവം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിലാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഇത് ഇനിയുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചൊരു സമയമായിരുന്നു. അങ്ങനെയാണ് 2012 അതുണ്ടാവുന്നത്. കുട്ടികൾ അപ്പം എത്ര പ്രായം ഉണ്ടായിരുന്നു അവർ? കുട്ടികൾ എനിക്ക് മോന് 16 വയസ്സ്. 16 വയസ്സ്. ആ സമയത്ത് SSLC കഴിഞ്ഞ് +1 ആയിരിക്കുന്നു. അവന്റെ ഒരു മനസ്സെന്തായിരുന്നു? അച്ഛൻ്റെ അതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ അച്ഛനും മകനും ഭയങ്കര ബന്ധമായിരുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവനെല്ലാം ഷെയർ ചെയ്യുകയും അച്ഛനോടാണ്, അച്ഛൻ്റെ കൂട്ടത്തിലാണ്. അച്ഛനവനെ 5ാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അവനെ ബൈക്ക് ഓടിപ്പിക്കാൻ അച്ഛൻ പഠിപ്പിച്ചു. പിന്നെ കാലെത്തണില്ല കുട്ടിക്ക്, പക്ഷേ എന്നിട്ടും ആ സമയത്ത് ബൈക്ക് ഓടിപ്പിക്കാൻ ചന്ദ്രകാൻ ശീലിപ്പിച്ചിരുന്നു. അതുപോലെ നീന്തം പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും അവനെ ചെയ്തു, അവനെ പ്രാപ്തനാക്കിയിരുന്നു. TP എപ്പോഴും അവരെ ഒന്നിച്ചേക്കും, ഭയങ്കര ഇതായിരുന്നു അവർ തമ്മിലുള്ള ഒരു ബന്ധം. 2008 ഞങ്ങൾ പാർട്ടി വിട്ടിട്ട് മോൻ SFIയിൽ ഉണ്ടായിരുന്നു. അതാണ് രസം. അവൻ മേമുണ്ട സ്കൂൾ പഠിക്കുമ്പോൾ ചന്ദ്രശേഖരൻ ഒരു പ്രശ്നവും ഇല്ലാതെ അതിന് സമ്മതം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അറിയുന്നില്ലായിരുന്നു, അച്ഛനും മോനും അറിയായിരുന്നു അവൻ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ നിന്ന അത്രയും ബന്ധമായിരുന്നു അച്ഛനും മോനും തമ്മിലുള്ളത്. അന്നും ലാസ്റ്റ് അവസാനം അവനെ കണ്ട് അവൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഏൽപ്പിച്ചിട്ടാണ് ചന്ദ്രശേഖരൻ പോകുന്നത്. വീട്ടിലേക്ക് വന്നിട്ടില്ല. രാത്രി പോകുന്ന സമയത്ത് പകുതി വഴിയിലെത്തിയപ്പം വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം അവിടേക്ക് വീട്ടിൽ വരെ എത്താൻ കഴിയില്ല, എന്തോ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ട്. അപ്പോൾ മോനെ റോഡുമ്പിലേക്ക് വിളിച്ചു, എന്നിട്ട് അവൻ്റെ കയ്യിൽ ഹെൽമെറ്റ് അവന് കയ്യിൽ ഏൽപ്പിച്ചു. അവനോട് അമ്മാച്ചൻ വേഗം വരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് വന്ന വാർത്ത അങ്ങനെയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇനി എനിക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു ഉണ്ടായിരുന്നൊരു ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിന് ശേഷം? ആരും ഞാനോ? അതെ. ഇല്ലില്ല, ഞാൻ പിന്നെ പിന്നീട് മനസ്സിൽ തുടക്കം മുതൽക്കേ മനസ്സിലൊക്കെ ഭയങ്കര പ്രതികാരവും ദേഷ്യവും ഒക്കെ ആയിരുന്നല്ലോ. ഒരു നിശ്ചലാവസ്ഥയിലായിപ്പോയ ഒരു സന്ദർഭങ്ങളായിരുന്നല്ലോ പിന്നീടൊക്കെ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാതെ പകച്ചുപോയ സമയമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അന്നേരമൊക്കെ എൻ്റെ മനസ്സിലൊക്കെ വേദനയേക്കാൾ ഉപരി ആ ഒരു നമ്മുടെ ഉള്ളിലുള്ളൊരു വല്ലാത്തൊരു അമർഷം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കാന്ന് പോലും എനിക്കറിയില്ല. ഉള്ളിലുള്ള വികാരം മുഴുവൻ, കാരണം വെച്ചാൽ ഒരു പാർട്ടി, ഒരു കുടുംബം മുഴുവൻ ഒരു പാർട്ടിയാണ് ഞങ്ങൾ. അച്ഛനായാലും ഞങ്ങളായാലും ഒക്കെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച കുടുംബമാണ്. ആ കുടുംബത്തിന് നേരെയാണ് ഇങ്ങനെയൊരു ഇത് ചെയ്തത് എന്നുള്ളത് എനിക്ക് താങ്ങാൻ പറ്റും. എപ്പോഴും അത് ആലോചിക്കുകയായിരുന്നു. അതൊരു പ്രശ്നമായിരുന്നു. ചന്ദ്രശേഖരനായാലും പാർട്ടിയിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളെ ആ പാർട്ടിക്കാർ തന്നെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതായിരുന്നു വലിയ വേദനയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ആ സമയത്തൊക്കെ ഞാനങ്ങനെ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല, മനസ്സിൽ മുഴുവൻ ആ ചിന്തകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു മാസം കഴിഞ്ഞ് VS ഒക്കെ വന്നു പോയതിന് ശേഷം അപ്പോഴേ തീരുമാനിച്ചിരുന്നു എന്തായാലും ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണം, ചന്ദ്രശേഖരനെ പൂർത്തിയാക്കാത്തത് പൂർത്തിയാക്കുക, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ മനസ്സില്ല, അത് പറ്റില്ല എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. ആരാണ് മോൻ ഫുൾ സപ്പോർട്ടായിരുന്നു. മോൻ അമ്മ പോകണം, അമ്മ ചെയ്യണം എന്ന് തന്നെയായിരുന്നു അവനും ഉണ്ടായിരുന്നു. അപ്പം അവൻ്റെ മനസ്സിലും പ്രശ്നമായിരുന്നു. അപ്പം 2 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന് മോനെ റെഡിയാക്കി എടുക്കണം, കാരണം വെച്ചാൽ ഒരുപാട് ചന്ദ്രശേഖരൻ്റെ കൂടെയുള്ള പ്രവർത്തകരുണ്ട്, അവരൊന്നും അനാഥമായി പോകാൻ പാടില്ല, അവർക്കൊക്കെ കൂടെ നിൽക്കണം, അവർക്ക് ധൈര്യം ഉണ്ടാവണം, അവരൊറ്റപ്പെട്ടു പോകരുത്. അത് തന്നെയാണ് അവർക്ക് പിന്നീട് നേരിടാൻ കഴിയില്ല, പല പ്രശ്നങ്ങളുണ്ടാകും. ഒരാൾ കൂടെ ഉണ്ടാവുക, നമ്മളെ വേണുണ്ട്, കൂട്ടരും എല്ലാവരും ഉണ്ട്, പക്ഷേ ഞാനും കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാകുന്നൊരു ധൈര്യം ചെറുതായിരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് അത് നിശ്ചയിച്ചിരുന്നു എന്തായാലും കൊണ്ടുപോകണം എന്നുള്ളത് തന്നെ. അപ്പോഴൊരു ഞാനൊരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചു വന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ആ വിപ്ലവം എന്ന് പറയുന്നൊരു പാർട്ടിയുടെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആദർശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവത്തിന് ശേഷം അതൊക്കെ ചോർന്നു പോയിട്ടുണ്ടായിരുന്നോ?
ഇല്ല, ഒരിക്കലുമില്ല. ആദർശത്തിൽ ഒന്നും ഒരു മാറ്റവും ഇല്ലല്ലോ. ഇപ്പോഴും അത് തന്നെയാണ്. അതിലൊന്നും ഒരു ഒരു അണുകിട വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ അപ്പോഴും ഒരു പാർട്ടി ആ ഞങ്ങൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രം അല്ല ഇന്നത്തെ പാർട്ടി എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. വ്യത്യാസം അതാണ്. ആ രാഷ്ട്രീയം അസ്തമിച്ചു കഴിഞ്ഞു. ഏതോ ഒരു പടത്തിൽ പറയുന്ന പോലെ ലാൽ സലാമി പറയുന്ന പോലെ പാർട്ടിയല്ല പാർട്ടിക്കാരാണ്. അതെ, ആശയത്തിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, അത് നടപ്പാക്കുന്നതിലും അതിലെ പ്രവർത്തിക്കുന്ന ആളുകളിലുമാണ് പ്രശ്നങ്ങളുള്ളത്. നേതാക്കന്മാർ മുഴുവൻ തൽക്കാര്യം നോക്കി പോവുകയും ആ തരത്തിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഇന്നേ ഇല്ല. ഇപ്പം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഒരാൾ ഇപ്പോൾ പോയി കഴിഞ്ഞു. ഇനി പുതിയ ആളുകൾ ഉയർന്നു വരണം. പുതിയ VS-മാരൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ അങ്ങ് അസ്തമിച്ചു പോവില്ല ഈ രാഷ്ട്രീയം. VS-ന്റെ ഒരു സാന്നിധ്യം ഒരു ശക്തി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടും. അദ്ദേഹം വന്നതും ആ ഒരു തന്ന ബലം ഉറപ്പായിട്ടും മുമ്പോട്ട് പോകാൻ ഒരു കരുത്ത് തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്ദർശനമായിരുന്നു. ആ ദിവസവും ആ വരവും ഒന്നും. VS എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? അദ്ദേഹത്തിന്റെ വാക്ക് എന്തായിരുന്നു? ശരി, വാക്ക് അല്ല, VS-നോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു. അദ്ദേഹം എങ്ങനെയാണ് എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിഷയങ്ങൾ ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അതൊക്കെ വളരെ ക്ഷമയോടുകൂടി കേട്ടു. കൂടെയുണ്ട് എന്നാണ് പറഞ്ഞിട്ട് പോയത്. നോക്കാം, നമുക്ക് ഒപ്പം ഉണ്ട്, ധൈര്യമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, താമസം മാറിയിട്ടില്ല. അപ്പോൾ ആ വീട്ടിലേക്കും VS-ൻ്റെ കൂടെ വീട്ടിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്തത്. അപ്പം ആ ഒരു ഊർജം ചെറുതായിരുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും, കുടുംബത്തിനും പാർട്ടിക്കാർക്കും ഒക്കെ. അത് വന്ന ദിവസവും ഒക്കെ ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവിത പശ്ചാത്തലം വേദനിച്ചിട്ടുണ്ട്, ഒരുപാട് ഈ പറയുന്ന സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ സാധാരണക്കാരായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അതിനുശേഷം പാർട്ടി പ്രവർത്തനം, ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായി. അതിനുശേഷം ഈ പാർട്ടി ഒരു MLA ആയി. ഇതുവരെ എടുക്കുമ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നേരിട്ട ഏറ്റവും വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് TPയുടെ ആ ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നെ സംശയം അതാണല്ലോ നമുക്ക് അങ്ങനെയൊരു ആഘാതം ഉണ്ടാവുക എന്ന് പറയുക. കാരണം വെച്ചാൽ നമ്മൾ വിശ്വസിച്ച ഒരു പ്രസ്ഥാനം, നമ്മൾ പ്രവർത്തിച്ച ജീവനും ഇതെല്ലാം കൊടുത്ത് രക്തവും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത ആ പ്രസ്ഥാനം വളരുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങിയ ആളുകൾക്ക് കിട്ടിയൊരു അടി എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അടിയാണല്ലോ. അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല ആ ദിവസങ്ങളൊന്നും. കാരണം വെച്ചാൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ മുഖം പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം വെട്ടി നുറുക്കിയില്ലേ ആ മുഖം. എനിക്ക് സത്യത്തിൽ കണ്ടിട്ട് ഇതല്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ. അത്ര അങ്ങനെയാക്കിയിരുന്നു. എനിക്ക് ഏകദേശം 4 മണിക്കൂറിലധികം എടുത്തു ഏകദേശം ഒരു രൂപമാക്കി എടുക്കാൻ. അത്ര വെട്ടിത്തറച്ചിട്ടല്ലേ ഇട്ടത്. ഒരു സാധാരണ ഒരു ഇതുപോലും ആയിരുന്നില്ല ആ ഒരു ഇൻസിഡൻ്റ് എന്ന്. ഞങ്ങൾക്കൊന്നും ഇതിന് ശേഷം ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാവരുത് ഈ മുമ്പിൽ, അതെത്രത്തോളം അതിന് വേണ്ടിയിട്ടൊരു ചിന്തയെ കൊണ്ടുപോകുന്നുണ്ട്? അല്ല, അത് തന്നെയായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ. ഇത് അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാകണം എന്നുള്ള സന്ദേശത്തിന് ഭാഗമായിട്ട് തന്നെ എല്ലായിടത്തും പോയി സംസാരിക്കുകയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും പൊതുപ്രവർത്തനത്തിനായാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാൾ തിരിച്ച് അതേപടി വീട്ടിലെത്തണം. ഒരാൾക്കും ഒരാളെയും കൊല്ലാനുള്ള അവകാശമില്ല. ആർക്കും പറയാനുണ്ട്. നിങ്ങൾക്കൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊള്ളൂ, അയാളോട് ശക്തമായി വാഗ്വാദം നടത്തിക്കൊള്ളൂ. പക്ഷെ എന്തിനാ അയാളെ ജീവൻ ഇല്ലാതാക്കണം? എന്തിനാണ് അയാളെ ജീവൻ എടുക്കുന്നത്? അതിന് നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? അങ്ങനെ ഇവിടെ എത്ര കാലം നിങ്ങൾക്ക് പോകാൻ സാധിക്കും? അങ്ങനെ ഏതെങ്കിലും ആശയത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? വ്യക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് എവിടെയാണ് സാധിക്കുക? വിജയമാഷ് ചോദിച്ചതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ഇല്ലാതാക്കിയാൽ ചോദ്യം അവസാനിക്കുമോ? ആ ചോദ്യം ഇല്ലാതാക്കാൻ സാധിക്കുമോ? അതാണല്ലോ TPയിൽ സംഭവിച്ചത്. അതുകൊണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് മനുഷ്യനായാലും ആരെയും കൊല്ലരുത് എന്നാണ് പറയാനുള്ളത്. ഒരാൾക്ക് എത്ര വേദനകളാണ് ഒരു കുടുംബം അനുഭവിക്കുക അതിൻ്റെ ഭാഗമായിട്ട്. ഇത് കഴിഞ്ഞു ഇലക്ഷന് പാർട്ടിയിലേക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലെത്തുന്ന ഇലക്ഷൻ കഴിഞ്ഞു MLA ആയി, നിയമസഭയിലേക്ക് കാലെടുത്ത് വയ്ക്കണം. നിയമസഭയിലെത്തിയപ്പോൾ മനസ്സെന്തായിരുന്നു? കുറേയേറെ ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാവും. എനിക്ക് ആ നിമിഷം ഓർത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
എങ്കിലും കാരണം TPയുടെ മരണത്തിന് കാരണക്കാരായി എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ പലരും അതിനകത്തുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് കയറിയപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്ദർഭം. നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നോ ഈ നിയമസഭയിലേക്ക് വരുമെന്നുള്ളതും ഏതെങ്കിലും ഒരു സ്വപ്നത്തിൻ്റെ അരികിൽ കൂടെ പോയൊരു സംഗതിയല്ലല്ലോ. ഇത് തീർച്ചയായിട്ടും ചന്ദ്രശേഖരന് കിട്ടിയ ഒരു അംഗീകാരമാണ്. എൻ്റെ വിജയം എന്ന് പറയുന്നത് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയത്തിന്, ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് എതിരായിട്ട് വടകരയിലെ ജനങ്ങൾ ചിന്തിച്ചതാണ്. അവർ കൊടുത്ത നല്ലൊരു മറുപടിയാണ്, ശക്തമായ താക്കീതാണത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ സഭയിലേക്ക് വരുന്നത്. വരുമ്പം തീർച്ചയായിട്ടും മനസ്സിൽ അദ്ദേഹം തന്നെയാണുള്ളത്. അദ്ദേഹമാണ് നടന്നു ചെല്ലുന്നത് എന്ന തോന്നലിൽ തന്നെയാണ് അദ്ദേഹം ഇരിക്കണം, അദ്ദേഹം എത്തേണ്ട ഒരു സ്ഥലമാണത്. അദ്ദേഹം ഉണ്ടായത് കാരണം വെച്ചാൽ അത്ര കഴിവുള്ള, അത്ര ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ചന്ദ്രശേഖരൻ. അദ്ദേഹം എത്തേണ്ട ഒരു ഇടം കൂടിയാണ് അത്. അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത്ര ഇച്ഛാശക്തിയുള്ള, അത്ര ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. പാവങ്ങളെ സഹായിക്കുന്ന, സാധാരണ മനുഷ്യരോടൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിത്വം. സ്വന്തം ജീവിതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് അതൊക്കെ തന്നെയായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ ഈ പറഞ്ഞ പോലെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിൽ ധാരണയുമുണ്ട്. അപ്പോൾ TP തന്നെയായിരുന്നു മുഴച്ചു നിന്ന സംഗതി, മറ്റൊന്നും മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു CM-നെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണുകയും സംസാരിക്കേണ്ടിയും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് സംസാരിച്ചു? അദ്ദേഹം ഒരു നിയമസഭയിലെ ഒരു അംഗം എന്നുള്ളതിൻ്റെ ഒപ്പം എന്തൊക്കെ സംസാരിച്ചു? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് സൗഹൃദപരമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പോയിട്ടില്ല അതുവരെ. ആകെ മണ്ഡലത്തിലെ ഒരു പാലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒരു നിയമസഭയിൽ അവതരിപ്പിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇതെനിക്ക് അനുവദിച്ചു തരണം, അതിൻ്റെ ഒരു പ്രാധാന്യം, അത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. അതിലപ്പുറത്തേക്കൊരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പോയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പോയിട്ടില്ല അതുവരെ. അദ്ദേഹത്തെ കാണാനും ശ്രമിച്ചില്ല. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. അത് ആ അർത്ഥത്തിൽ മാത്രം നോക്കാമെന്ന് പറഞ്ഞു, അത് മാത്രം. ഒരൊറ്റ മറുപടി, നോക്കാം. വേറെ ഒന്നും ഇങ്ങോട്ടേക്കും സംസാരിച്ചിട്ടില്ല, അങ്ങോട്ടേക്കും സംസാരിച്ചു. ആരും അതിനുശേഷം VS അടുപ്പമുണ്ടായിരുന്നു. വേറെ ആരും ഒരു സൗഹൃദം പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന വിട്ടു പോന്നുവെങ്കിൽ പോലും ഇടതുപക്ഷത്തിൽ നിന്ന് ആരും ഒരു സൗഹൃദപരമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, അന്നത്തെ സൗഹൃദങ്ങൾ ഒന്നും അതേപോലെ പിന്നീട് സൗഹൃദങ്ങളായിട്ട് വന്നില്ല. പലർക്കും പേടിയാണ്. ഞാൻ വരുന്ന ഭയമാണ് ഇപ്പോഴും എല്ലാവർക്കും. ഇപ്പം ഇവിടെ തന്നെ മന്ത്രിസഭയിലൊക്കെ ഞങ്ങളെ കൂടെ ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് അവരുള്ളത്. അവരൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ പോകുമ്പം വളരെ അനുഭവപൂർവ്വമായിട്ടാണ് അവർ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ വ്യക്തിപരമായ ഒരു അടുപ്പം ആരുമായിട്ടും ഇല്ല. അവരും അതിനനുസരിച്ച് താല്പര്യപ്പെടുന്നില്ല. വ്യക്തിപരം മീൻസ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നവരെ കുറച്ചുകൂടി ഇൻറ്റിമസി പഴയ ഇതുപോലെ ആ ഒരു ഇതൊന്നും എന്തായാലും ഇല്ല. അതിന് അവർക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പലപ്പോഴും ഭയം കൂടിയായിരിക്കാം. എന്നാലും അങ്ങനെയൊരു ഇത് പല ആളുകളിൽ നിന്നുള്ള പലരും പിൻവാങ്ങിപ്പോവുകയാണ് ചെയ്തത്. പലരും കാണുമ്പോൾ ഹായ് എന്ന് പറയല്ലാതെ, സംസാരിക്കല്ലാതെ, കൂടുതൽ സമയം സംസാരിക്കാൻ പോലും ഭയമുള്ള ആളുകളുണ്ട്. പലർക്കും നേതൃത്വത്തിനെ ഭയം ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ഥാനങ്ങൾ പോകുമെന്ന് ഭയക്കുന്ന ആളുകളുണ്ടാകും. പൊസിഷൻ നഷ്ടപ്പെടുന്ന, വീണ്ടും പാർട്ടിയിൽ എന്താവും എന്ന് പ്രതീക്ഷിക്കാത്ത ആളുകളുണ്ട്. അപ്പം നമ്മളോടൊക്കെ സംസാരിച്ചാൽ അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല. എന്തായാലും പഴയ സൗഹൃദങ്ങൾ അതേപോലെ ഇപ്പം ഇല്ല. പക്ഷെ ആർക്കും ഇതേപോലെയല്ലല്ലോ, കാണുമ്പോൾ സംസാരിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വളരെ നന്നായി പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. വേറെ സംബന്ധം നിയമസഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒപ്പമാണ് സഞ്ചരിക്കുന്നത്. KK രമായമ്മൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ പ്രത്യയശാസ്ത്രവും ആദർശവും ഒക്കെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ആ നിയമസഭയിൽ ഇരിക്കുന്നത്. ഒരു വൈരുദ്ധ്യം കൂടി ആർക്കെങ്കിലും ഒക്കെ തോന്നാം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനൊക്കെ തോന്നാമായിരിക്കും.
അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ അതിനെങ്ങനെയാണ് കാണുന്നത് ഈ ഒരു വിഷയത്തിന്, ആ ഒരു അവസ്ഥയെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്ങനെ അതിനെ അതെന്തുകൊണ്ടാണെന്ന് അറിയോ അങ്ങനെ ഒരു സംശയം പോലും ഉണ്ടാവുന്നത്? ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM ആണ്, അല്ലെ CPI ആണ്. അതാണ് നമ്മളെ ഒരു പൊതുബോധം. ഇടതുപക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ CPM ആയിരിക്കണം, അല്ലെങ്കിൽ CPI ആയിരിക്കണം. മറ്റാരും ഇടതുപക്ഷമല്ല. അങ്ങനെയാണ് പൊതുവെ സമൂഹത്തിന്റെ ഇതാണ്. അപ്പൊ അതിൽ നിന്ന് ചോദിക്കാൻ, നിങ്ങൾ വലതുപക്ഷത്തല്ലേ ഇപ്പോൾ, നിങ്ങൾ എങ്ങനെയാ കോൺഗ്രസിന്റെ കൂടെയല്ലേ, നിങ്ങൾ ഇടതുപക്ഷമാണോ എന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഇടതുപക്ഷം എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല. ഇടതുപക്ഷ മനസ്സ്, ഞങ്ങളെല്ലാം ഇടതുപക്ഷ മനസ്സിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ. ഇന്നും അതാണ്, കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇലക്ഷനിൽ മത്സരിച്ചത്. അവരുടെ വോട്ടും അവരുടെ പിന്തുണയും തന്നെയാണ് നിയമസഭയിലെത്താനും കാരണം. അല്ലെങ്കിൽ ഞങ്ങൾക്കവിടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചു വരാൻ സാധിക്കുന്നതല്ല. തിരിച്ചങ്ങോട്ടും ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷനൊക്കെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ്. കാരണം ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷമല്ല. അത് തീർച്ചയായിട്ടും വലതുപക്ഷത്തേക്ക് മാറിയെന്നും അതിൻ്റെ എല്ലാ നയങ്ങളും അതൊരു സോഷ്യൽ ഫാസിസ്റ്റ് ശക്തിയായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഞങ്ങളുടെ മണ്ഡലത്തിൽ. മനുഷ്യർക്ക് ജീവിക്കുകയാണ് ആത്യന്തികമായിട്ട് വേണ്ടത്. ജീവിക്കാൻ കഴിയുന്നുണ്ട്, ഞങ്ങൾക്കവിടെ ജീവിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. അത് പറയുന്നതിന് ഒരു മടിയുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആദർശം പണയം വെച്ചെന്നോ, ഞങ്ങൾ ഇടതുപക്ഷമല്ലാതായി എന്നോ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി എന്നും ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. അതിന് മറുപടിയുള്ളൂ. ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചു എന്നതും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും വളരെ നന്നായിട്ടറിയാം. ആ രാഷ്ട്രീയം, ആ തന്ത്രം ഞങ്ങൾ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ആ രാഷ്ട്രീയവുമായിട്ട് പോകുന്നതിനും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനതാ പറയുന്നത്, കോൺഗ്രസിൻ്റെ കൂടെയായിട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത അതാണ് നിങ്ങൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞത് തികച്ചും ജനാധിപത്യപരമായൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം, ഞങ്ങൾ നിയമസഭയിൽ തിരിച്ച് ഇവരെ സപ്പോർട്ടോടുകൂടി ഞാൻ നിയമസഭാ അംഗമായപ്പോഴും ഒരു കണ്ടീഷനും ഞങ്ങളുടെ മേലുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പാർട്ടി തീരുമാനിക്കുന്ന നയം, നിങ്ങൾക്ക് എന്താണോ ശരി അത് അവിടെ പറയാം. ഞങ്ങളോടും ഒരു പ്രശ്നവും ഞങ്ങൾക്ക് അതിനകത്തില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക്. അല്ലെങ്കിൽ ഞങ്ങളെ വോട്ടല്ലേ വാങ്ങിയത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതും കൂടി നിങ്ങൾ കേൾക്കണ്ടേ എന്ന ചോദ്യം ഒരുപക്ഷെ CPMൻ്റെ കൂടെ ആരെങ്കിലും നിന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവരത് നേരിടേണ്ടി വരും. പക്ഷെ ഞങ്ങൾക്കത് നേരിടേണ്ടി വന്നിട്ടില്ല. സ്വതന്ത്രമായിട്ട് ഏത് നിലപാടാണ് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഞങ്ങൾക്ക് സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ ബില്ല്, സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചപ്പോൾ എണീറ്റ് നിന്ന് അതിനെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ സഭയിലെ ഒരേ ഒരാളാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്, RMBയുടെ MLA. അതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം തന്നത് പ്രതിപക്ഷം ഞാൻ ഇരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് പറയുന്നത്, അവർ പറയട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് ഞങ്ങൾ ആ തരത്തിൽ ഐക്യപ്പെട്ടു പോകുന്നത്? പക്ഷേ ആ ഒരു ജനാധിപത്യത്തോടും ആ ഒരു രാഷ്ട്രീയത്വം അവരെടുക്കുന്ന നിലപാടുകൾ ശരിയാണെന്നത് പോകുമ്പോൾ പൂർണ്ണമായിട്ടും അവരോടൊപ്പം നിൽക്കുന്നതിന് ഒരു മടിയുമില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടല്ല. ഇനിയൊരു കോൺഗ്രസ് മന്ത്രിസഭ വന്നാൽ അതിൽ KK രമ എന്ന് പറയുന്ന ഒരു പ്രവർത്തക, RMBയുടെ ഒരു പങ്കാളി ഒരു മന്ത്രിയായിട്ട് വരും, അല്ലെങ്കിൽ അതൊരു അവകാശമായിട്ടോ അല്ലെങ്കിൽ അതൊരു ധാർമ്മികമായി കിട്ടേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്തയുണ്ടോ? ഞാൻ ഈ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ അർത്ഥത്തിൽ ചോദിക്കുന്നതല്ല, ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ചോദിക്കുന്നതാണ്. ഒരു കുറച്ചുകൂടി ചെയ്യാൻ സാധ്യതയുള്ളതല്ലേ? ഒരു MLAക്ക് എത്ര ഒരു മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റും, ഒരു മന്ത്രി ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പറയുന്നൊരു സാധ്യതകളെ കുറിച്ച് കൂടി ഞാൻ നിഷ്കളങ്കമായി ചോദിച്ചതാണ്. അല്ലെങ്കിൽ അതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങൾ മാത്രമാണ്. വരാനിരിക്കുന്ന കാലത്ത് രാഷ്ട്രീയം എവിടേക്ക് പോകും, ഇനി ഒരു വർഷം കൂടി ഉണ്ട് ഇലക്ഷനിൽ, എന്തൊക്കെയാണ് രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റം എന്നൊന്നും നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയം അങ്ങനെയാണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാനേ സാധിക്കില്ല. എന്ത് തീരുമാനം എടുക്കുന്നത് ഞങ്ങളെ പാർട്ടിയാണ്. പാർട്ടി ആലോചിച്ച്, സംഘടന ആലോചിച്ചിട്ട് അത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നിലപാട് പറയുക മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അഭിപ്രായവും പറയാൻ സാധിക്കില്ല. ഒരു നിഷ്പക്ഷമായിട്ട് ഒരു നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് ആർക്കും മനസ്സിലാവും കാണുമ്പോൾ തന്നെ. എക്സാമ്പിൾ ശൈലജ ടീച്ചറിൻ്റെ ഒരു വിഷയം, ശൈലജ ടീച്ചറിന് നേരെ നടന്ന ഒരു ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റാക്കിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതൊരു സൗഹൃദത്തിൻ്റെ ഭാഗം കൂടി അതിലുണ്ടോ? അതിനെങ്ങനെയാണ് ശരിക്കും
അല്ല, അതിൽ സൗഹൃദം ടീച്ചറായിട്ട് നല്ല സൗഹൃദമാണ്, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ആ നിലപാടിൻ്റെ ഒരു കാര്യം, സ്ത്രീകൾക്കെതിരെ എവിടെ അതിക്രമം ഉണ്ടായാലും സ്ത്രീകൾ ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ അത്തരം അറ്റാക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ്. അതാരായാലും അതിന് രാഷ്ട്രീയ പാർട്ടിയോട് സമ്മതം ചോദിച്ചിട്ട് നിലപാട് പറയുക എന്നുള്ളത് അല്ല. അത് തീർച്ചയായിട്ടും അത്തരം നിലപാടുകൾക്ക് ഒപ്പം നിൽക്കും. ഇനി നമ്മുടെ പാർട്ടിയിൽ തന്നെ, അറബിയിൽ തന്നെ ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും നിലപാട് പറഞ്ഞെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പറയും. അതിലൊന്നും ഒരു അതും പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു അബദ്ധത്തിൽ ഒരു സംസാരത്തിൽ പ്രസംഗത്തിൽ ഉണ്ടായ സമയത്ത് ആ നിമിഷം തന്നെ അതിനെ തള്ളിപ്പറയുകയും കൂടെ നിൽക്കാൻ തയ്യാറാവുകയില്ല. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ചില നിലപാടുകളാണ്, രാഷ്ട്രീയ നിലപാടാണ്. അതിലൊന്നും ഒരു വ്യക്തികളെ നോക്കിയിട്ടല്ല അത്തരം നിലപാടുകൾ എടുക്കുന്നത്. അത് പറയേണ്ടത് പറയുന്ന സമയത്ത് പറയുന്നതിന് പോകും. ജീവിതത്തെ നേരിടുമ്പം നമ്മൾ കരഞ്ഞുകൊണ്ട് ജീവിതത്തെ കാണുന്ന തകർന്നു പോകുന്നവരുണ്ട്. എന്ത് പറയാനുണ്ടാവും സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന്? എന്താണ് ശരിക്കും? അല്ല, അത് സത്യത്തിൽ ഓരോ വ്യക്തികൾ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ തകർന്നിരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ തളർന്നു പോവുകയേ ഉള്ളൂ. കരഞ്ഞിരിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ കരയുകയേ ഉള്ളൂ. അതല്ല, അത് ഏതൊരു തകർച്ചയും അത് മറികടക്കാനുള്ള ഒരു ഊർജം, ഒരു ആർജവം സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ തകർത്തും. വീണ്ടും സമൂഹം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ആ തരത്തിൽ വീണ്ടും തളർത്തിയിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പം അതിനുള്ള കരുത്ത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരുടെയും ഉള്ളിലുണ്ട്, എല്ലാവർക്കും സാധിക്കാവുന്ന. സ്ത്രീകൾക്ക് ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുപാട് സ്ത്രീകളെ എടുത്തു നോക്കിയാൽ എത്ര ആളുകൾ ഇതുപോലെ സാഹചര്യങ്ങളെ അതിജീവിച്ച് ശക്തരായി മുന്നോട്ട് വന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. പലരുമുണ്ട്, പലരും അതിജീവിക്കാൻ സാധിക്കണം. അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ 2017 നമ്മുടെ ഏറ്റവും പ്രമുഖയായ ഒരു നടിക്കുണ്ടായ ഒരു അനുഭവം നമ്മൾ മറക്കാൻ സാധിക്കില്ല. അവൾ എത്ര ശക്തമായി സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. മാതൃകയല്ലേ അത്? അത്ര മാതൃകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് കഴിയണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇനി എനിക്ക് പറ്റില്ല, ഞാൻ അവസാനിപ്പിക്കുക എന്ന് കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കുകയേ ഉള്ളൂ. നമ്മളെ താങ്ങി നിർത്താൻ ആരും ഉണ്ടാവില്ല. അത് സ്വയം തീരുമാനിക്കണം. അങ്ങനെയുള്ള ഒരു കരുത്ത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കണം എന്നില്ല കേട്ടോ. അതിന് സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഘടകങ്ങളാണ്. നമ്മളീ പറയുകയാണ്, എൻ്റെയൊക്കെ അനുഭവത്തിൽ എൻ്റെ വളർന്ന സാഹചര്യം, എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം, എൻ്റെ ഒരു സംഘടനാ പ്രവർത്തനം, ഇതൊക്കെ നമുക്ക് പിൽക്കാലത്ത് ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ മുന്നോട്ട് നയിക്കാൻ ഒരു കരുത്തായിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയല്ലാത്ത സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്ന ആളുകളുമുണ്ട്. എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത്തരക്കാരോട് പറയാനുള്ളത്. കാരണം കരയാൻ തീരുമാനിച്ചാൽ നമുക്ക് കരഞ്ഞിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലും TP പറഞ്ഞ ഏതെങ്കിലും ഒക്കെ വാക്കുകൾ മനസ്സിലിങ്ങനെ ഒരു ബലമായിട്ടോ ഓർമ്മയായിട്ടോ സന്തോഷമായിട്ടോ കിടപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും? ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഏറ്റവും ഇത് തന്നെയായിരുന്നു. എന്നിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പറയുന്ന ആളായിരുന്നു. അതിനെ സമ്മതിക്കില്ലായിരുന്നു. എനിക്കൊന്ന് അതൊക്കെ ഇപ്പം എനിക്കൊരു കൂട്ടായി മാറിയിട്ടുണ്ട്. അതെ, എന്തെങ്കിലും ഒരു നിസ്സാര വിഷയത്തിനായാലും നമ്മളൊന്ന് കരയോ അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും നമുക്കങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഞാൻ വിചാരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും ഇത്തിരി പൊസസീവ്നെസ്സാണ്. അവർക്ക് എപ്പോഴും ഭർത്താക്കന്മാർ കൂടെ ഉണ്ടാവണമെന്നുള്ളതാണ്, അവരെ കൂടുതൽ സമയം കിട്ടണമെന്നുള്ളതാണ്. അപ്പം ഞങ്ങളിൽ ഉണ്ടാകുന്ന വഴക്കുകൾ എപ്പോഴും അതായിരിക്കുന്നത്. ചന്ദ്രശേഖരന് സമയം ഉണ്ടാവില്ല. എപ്പോഴും 12 മണിക്ക് ശേഷം അല്ലാതെ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 6 മണി 7 മണിക്കൊന്നും വീട്ടിൽ വന്ന ഒരു ഓർമ്മയെ എനിക്കില്ല. ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഒരു അനുഭവമേ എനിക്കില്ല. എപ്പോഴും രാത്രി 12 മണി കഴിഞ്ഞിട്ട് മാത്രമേ കയറുള്ളൂ. മിക്കവാറും വഴക്കുകൾ അതിന് മാത്രം, മറ്റൊരു പ്രശ്നവും ഞങ്ങൾ തമ്മിലുണ്ടാവാറില്ല. അപ്പം നമുക്ക് കൂടുതൽ സമയം നമ്മോടൊപ്പം കിട്ടണം എന്നുള്ളതല്ലേ. അപ്പം അതിന് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം പറയുന്നൊരു വാഴയാണ് സഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാമോ? സഹിക്കുക എന്ന് പറയുന്നത് ത്യാഗം ചെയ്യുകയാണ് എന്നെപ്പോഴും പറയുന്നു ചേട്ടാ. നമ്മൾ നിസ്സാര ഇപ്പോഴാലോചിക്കുമ്പോൾ അതൊക്കെ എത്ര നിസ്സാരം. ഇപ്പോഴല്ലേ സത്യത്തിൽ സഹനം മുഴുവൻ ഇപ്പോഴാണല്ലോ. ആ ത്യാഗങ്ങൾ അന്ന് അദ്ദേഹം എത്ര ഇതിലാണ് അത് പറഞ്ഞത് എന്നുള്ളത് ഞാൻ എന്നിട്ട് എപ്പോഴും പറയുന്നൊരു വാചകമാണ്, സഹിക്കുക എന്നതിൻ്റെ അർത്ഥം അറിയാം. അതൊരു ത്യാഗമാണ് സഹിക്കുക എന്ന് പറയുന്നത്. ഇതിനൊക്കെ സഹിക്കുക എന്ന് പറയുന്നത് അടി കിട്ടുന്നതാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ DP എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര നമ്മുടെ ഒരു കാരണവശാലും നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കുകയോ
നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുകയോ എപ്പോഴും ബഹുമാനത്തോടു കൂടി സംസാരിക്കുക, ഒരിക്കൽ പോലും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ഒരാളെ നമ്മുടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും വീടുകളിലൊക്കെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമ്മളിന്ന് താഴ്ത്തിക്കെട്ടി നമ്മൾ പറയുന്നതിനെ വില കൊടുക്കാതിരിക്കുക, കേൾക്കാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല. എപ്പോഴും ആ ഒരു ബഹുമാനവും സ്വാതന്ത്ര്യം, എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എവിടെയും ഒന്നിനും തടസ്സമുണ്ടായിരുന്നില്ല എന്നല്ല. അതൊക്കെയായിരുന്നു അദ്ദേഹം. പാർട്ടിയിലേക്ക് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടോ നീ പാർട്ടിയിലേക്ക് വരണ്ട, അങ്ങനെ അതൊന്നും പറയാം, അത് എൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരിക്കലും ഡിപി എതിരായിരുന്നില്ല. നിനക്ക് എന്താണോ ശരി അത് പ്രവർത്തിക്കുക, അതാണ് എപ്പോഴും പറയുന്നത്. എനിക്ക് രമയ്ക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യുക, സ്വയം തീരുമാനിക്കുക എന്നുള്ളതാണ്. നീ എന്ന് പോലും വിളിക്കാറില്ല, രമാന്ന് എന്നെ വിളിക്കാറില്ല. അത്ര ബഹുമാനത്തിലായിരുന്നു ഞങ്ങള്. ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രശേഖരൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു സങ്കടം എന്ന് പറയുന്നത്, ആ സമയത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ. ഇന്നൊക്കെ നമുക്ക് എന്തുള്ള ഒരു വാട്സപ്പിലൊരു ചാറ്റ്, ഒരു വോയിസ് ചാറ്റ്, അങ്ങനെയൊക്കെ ഒരു അത്തരം ഒരു ഓർമ്മകളും ഇന്നിപ്പം എനിക്കൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം എപ്പോഴും. അതിനുശേഷം ഞങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടായത്, മൊബൈല്, സ്മാർട്ട് ഫോണുകൾ ഉണ്ടായത്. അന്നൊക്കെ ചെറിയ ഫോൺ കൊണ്ട് ഉപയോഗിക്കുന്ന സംഗതി നടത്തുക. 2008 ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ അന്നൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കത്ത് എനിക്ക് ആകെ ഒരു സമ്പാദ്യം 1-2 കത്തുകൾ മാത്രമാണ്. അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷിച്ചത് എപ്പോഴായിരുന്നു? ശരിക്കും നിയമസഭാ അംഗമായിട്ട് വന്നതായിരുന്നോ, അതോ മകന്റെ കല്യാണം നടന്നു, ഒരു അമ്മ നടന്നു? എനിക്ക് അത് നമുക്ക് നിമിഷമാണ്. എപ്പോഴാണ് ഏറ്റവും നമുക്കൊരു മനസ്സ് ഏറ്റവും അധികം സന്തോഷം തോന്നിയത്? സംശയമല്ല, മോൻ്റെ കല്യാണം. അതാണ് ജീവിതത്തിൽ വല്ലാത്തൊരു, കാരണം വെച്ചാൽ 17 വയസ്സുള്ള മകനെ അവനിലുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുത്ത് അവനെ പഠിപ്പിച്ചു, അവന് ജോലിയായി, പിന്നെ അവനൊരു വിവാഹം, അവനൊരു പങ്കാളി ഉണ്ടായി എന്ന് പറയുന്നത്, ഒരു പങ്കാളി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ശരിക്കും എനിക്കും എന്നെ ഏറ്റവും കൂടുതൽ ഇന്നും അതിനുശേഷം ഞാൻ സത്യത്തിൽ ഒരുപാട് ഹാപ്പിയാണ് എന്നറിയാം. മനസ്സിൽ ഒരുപാട് സന്തോഷം. മോനൊരാളായല്ലോ, ഒരു കൂട്ടായല്ലോ. ഇനിയിപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ മോനൊരാളുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര. അതാണ് നിയമസഭയിൽ വരുന്നതൊന്നും ഒരിക്കലും സന്തോഷമല്ല. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇപ്പോഴും എനിക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന, ഞാൻ ഒരിക്കലും അതിൽ സന്തോഷിക്കുന്ന ഒരാളേ അല്ല. ഒരു MLA എന്ന നിലയ്ക്ക് ഇന്നും ഞാനൊരു സന്തോഷിക്കുന്ന ഒരാളല്ല. എനിക്ക് അതൊക്കെ ഒരു വേദനയിൽ നിന്നുണ്ടായ ഒരു പദവി എന്നതേ എൻ്റെ മനസ്സിലുള്ളൂ. അതെപ്പോഴും അങ്ങനെ. അത് മറ്റൊരു പദവിയല്ല, അതൊരു വേദനയിൽ നിന്ന് എന്താ പറയുക, ഒരു അത്തരം ഒരു സിറ്റുവേഷനിൽ വന്ന ഒരു ഇതാണ്. അതൊന്നുമില്ല. പക്ഷെ മോൻ്റെ കല്യാണം അതെൻ്റെ മനസ്സിൽ ഒരുപാട്. അതിന് ശേഷം ടിപിക്ക് ശേഷം ഞാൻ സന്തോഷിച്ചൊരു സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. മറ്റൊരു സന്ദർഭം, അത് എൻ്റെ പാർട്ടിക്കാരെല്ലാവരും ചേർന്ന് നന്നായി നടത്തി. എല്ലാ സമൂഹത്തിൻ്റെ ഒരുവിധം ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു. സാധാരണ മനുഷ്യരതിനകത്ത് അവരാണ് നടത്തിയത്. എൻ്റെ പ്രദേശത്തെ പാർട്ടിക്കാരും ചന്ദ്രശേഖരൻ്റെ ആളുകളുമാണ് ആ കല്യാണം നടത്തിയത്. ഞാനൊന്നും അറിഞ്ഞില്ല. അവർ പൂർണ്ണമായും ഏറ്റെടുത്ത് അവരുടെ ഇതിൽ നടത്തിയൊരു കല്യാണമാണ്. അപ്പം അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചത്. എന്താണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ, ഒരു ചോദ്യം കൂടി ഉള്ളൂ, അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഏറ്റവും വലിയൊരു ആഗ്രഹം? ഈ പറയുന്ന പോലെ എന്താണ് മനസ്സിൽ? രാഷ്ട്രീയ ഒരു RMPയുടെ ഒരു വലിയ വളർച്ചയാണോ മനസ്സിൽ? അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി ജീവിതത്തിൽ എന്താണ് മനസ്സിൽ എനിക്കറിയില്ലല്ലോ. എന്താണ് ഏറ്റവും വലിയൊരു ലക്ഷ്യം? എന്താണോ അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യമൊന്നും ഇനിയില്ല. ഞാൻ ഇത് രാഷ്ട്രീയം കൊണ്ടുപോകണം, ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയം അവസാനിക്കരുത് എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കൊരു പ്രസ്ഥാനമൊക്കെ കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം എവിടേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വലിയ പ്രസ്ഥാനമാക്കി വളർത്താൻ സാധിക്കുമെന്നൊന്നുമില്ല. പക്ഷേ ഒരു ഇടതുപക്ഷ ഏകോപനം ഉണ്ടാക്കിയെടുക്കാൻ, വ്യത്യസ്തമായ തരത്തിലുള്ള നമ്മളുമായിട്ട് യോജിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളൊക്കെ യോജിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ ഐക്യം ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്ത് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊന്നും ആലോചിച്ചിട്ടില്ല. വിട്ടുപോയൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ടിപിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്കൊക്കെ പരോള് കൊടുത്തൊരു സംഭവമുണ്ട്. വേറെ പല പ്രതികളും അകത്ത് പരോള് കിട്ടാതെ കിടക്കുന്നുണ്ട്. അങ്ങനെയും ഒരു വിഷയം എടുത്തുണ്ട്. അവർ പുറത്ത് വന്നിട്ട് പോകുന്നുണ്ട്. ആ വിഷയത്തെ എങ്ങനെയാണ്, അതിനെ എത്രത്തോളം എതിർക്കാൻ കഴിഞ്ഞു? അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്? ഒരു രാഷ്ട്രീയ, ഇപ്പോൾ എക്സാമ്പിൾ ജയരാജൻ, അദ്ദേഹം പോലും ഈ പറയുന്ന കൊടിസുനിയെ ഒരു പരോള് വന്നിട്ട് തിരിച്ചു പോയപ്പം
ആരായാലും ഇങ്ങനെയല്ല കാണിക്കേണ്ടതെന്നുള്ള സമയം പുള്ളി ഒരു വിമർശനം നടത്തിയിട്ടുണ്ട് ഒരു വശത്ത്. ടോട്ടലി ഇതിനെങ്ങനെയാണ് കാണുന്നത് ഈ ഒരു നമ്മൾ പിന്നെ ഈ 2008-12 TPയുടെ ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ക്രിമിനലുകളെ, ഈ TP കൊലയാളികൾ മുഴുവൻ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ നമുക്ക് ഒരു കൊലയൊക്കെ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും ജയിലിൽ പോകുന്നത് അവരൊരു തിരുത്തി പുറത്തു കടക്കുക, മാതൃകയാവുക, ഇതുപോലെ ഇനി കൊലകൾ ആവർത്തിക്കാതെ, അതാണല്ലോ ശിക്ഷ കൊടുക്കുന്നത്, മറ്റൊരാൾക്ക് ഇത് തോന്നരുത് എന്നതാണ്. പക്ഷേ TP കേസിലെ പ്രതികളെ കൊണ്ട് എന്ത് സന്ദേശമാണ് ഈ ഭരണ നേതൃത്വം ഇപ്പം ചെയ്യുന്നത്? എല്ലാ അവസരങ്ങളിലും അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് ഇഷ്ടം പോലെ പരോൾ എത്ര കൊടുക്കുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഒഫീഷ്യലായുള്ള കണക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. ഒഫീഷ്യൽ അല്ലാതെ തന്നെ അവർ പുറത്തിറങ്ങുന്നുണ്ട്. ഒരു ജയിൽ മുഴുവൻ അടക്കി വാഴുന്നത് ഈ കേസിലെ പ്രതികളാണ് എന്ന് പറയാം. അതിന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അത് ഭരണകർത്താക്കൾ അറിയാതെ കൊടുക്കാൻ സാധിക്കില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭയത്തിലാണ് ഈ ഇവിടുത്തെ ഭരണ സംവിധാനം പോകുന്നത്. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവരുടെ ഭീഷണിയുടെ ഒരു മുൾമുനയിൽ പോവുകയാണ്. അങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം സൗകര്യങ്ങൾ മറ്റൊരു കേസിലെ പ്രതിക്കും കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് TP കേസിലെ പ്രതികൾക്ക് ചോദിക്കുന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ചെയ്തു കൊടുത്തേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഈ നേതാക്കന്മാരെ കുറിച്ചായിരിക്കുമെന്ന് വളരെ വ്യക്തമായ ധാരണ ഈ ഭരിക്കുന്ന ആളുകൾക്കുള്ളത് കൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് മദ്യം വേണമെങ്കിൽ മദ്യം എത്തിച്ചു കൊടുക്കുന്നു, നല്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് ജയിലിൽ നിന്ന് കച്ചവടം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, എപ്പോൾ പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ പുറത്ത് വരുന്നു. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് എത്ര ദിവസങ്ങൾ എന്ന കണക്കെടുക്കുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഏറ്റവും ശരി. പരോള് കിട്ടിയ കണക്കിനേക്കാളും നമ്മൾ എടുക്കുന്നത് അതായിരിക്കും എളുപ്പം. മറ്റത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത്ര സൗകര്യം വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പം കിട്ടുന്നു എന്നതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇവരെ ഭയമാണ് ഈ ഭരിക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തേ മതിയാവുള്ളൂ. അവരുടെ ഭീഷണിയിലാണ് കേരളത്തിലെ ഭരണം ഇന്ന് പോകുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു കൺക്ലൂഷൻ കൂടി, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക എങ്ങനെ ആവണം, എന്ത് ഉത്തരവാണ് പറയാനുള്ളത്? അല്ല, ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ മനുഷ്യത്വമുള്ളവനാകണം, മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണം, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം, സാധാരണ മനുഷ്യരെ കേൾക്കാൻ കഴിയുന്നവനായിരിക്കണം. അതായിരിക്കണം പൊതുപ്രവർത്തകർ. അവർക്കൊരു നന്മയുണ്ടാകണം, ഒരു കരുണയുണ്ടാകണം, ആർദ്രതയുണ്ടാകണം മനസ്സിൽ. മറ്റുള്ളവരുടെ വേദനകളെ കാണാൻ കഴിയുന്ന ആളുകളായിരിക്കണം പൊതുപ്രവർത്തകർ.